അരുൺ, ഇന്നലെ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഉണ്ടായ ചോദ്യം, അതിന് മുഖ്യമന്ത്രി തിരികെ വന്ന് നൽകിയ മറുപടിയൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം 10 മണിക്ക് പതിവ് പോലെ ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? മാത്രവുമല്ല, ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന, ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് എത്തുന്നത്. വലിയ ആവേശം ഇടതുമുന്നണി സ്ഥാനാർത്ഥികളിലും ഒപ്പം തന്നെ അണികളിലും സൃഷ്ടിക്കുമോ മുഖ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ പ്രചരണം? തീർച്ചയായിട്ടും 10 മണിക്ക് AK സെന്ററിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം. നമുക്കറിയാം, CPM-ന്റെ ഇടതുമുന്നണിയുടെ ഏറ്റവും ശക്തനായ, ഏറ്റവും സ്റ്റാർ ക്യാമ്പയിനർ പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയനെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇടതുമുന്നണിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ പൊതുയോഗം രാവിലെ ആദ്യം ആര്യനാടാണ്, പിന്നീട് കഴക്കൂട്ടം, നേമം, നെടുമങ്ങാട് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി ഇന്ന് പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കും. എല്ലാ സാധ്യതകളും ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണത്തിന് ഇടതുമുന്നണി തയ്യാറെടുക്കുകയാണ്. സ്ഥാനാർത്ഥികളും അവരുടെ മുന്നണി പ്രവർത്തകരുമൊക്കെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒന്ന്, ഇന്നലെ എന്തുകൊണ്ട് 2 പാർട്ടി ചാനലിലും പത്രത്തിലും മാത്രമാണോ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത്, എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി സ്വാഭാവികമായും അങ്ങനെ ഉണ്ടായിട്ട് ഇന്നുണ്ടാകും. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ സംവാദത്തിന് വെല്ലുവിളിച്ചിരിക്കുന്നു. അത് എങ്ങനെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഫേസ്ബുക്കിലൂടെ സംവാദമെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതങ്ങനെ മതിയോ എന്നൊരു ചോദ്യം ബാക്കിയാണ്. ഇപ്പോൾ ഞാനുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലാണ്. ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി, തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സുധീർ കരമന ക്യാമ്പയിന്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി കോളേജിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിലാണ്. അദ്ദേഹം ബാസ്കറ്റ് ചെയ്ത് പരിശ്രമിക്കുകയാണ്. എത്രത്തോളം ബാസ്കറ്റ് ചെയ്യാൻ കഴിയും അദ്ദേഹത്തിന് ഈ ഇലക്ഷനിൽ എന്ന കാര്യം കൂടി, ഇവിടെ പലതവണ അദ്ദേഹം ബോൾ ബാസ്കറ്റ് അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ തിരഞ്ഞെടുപ്പിൽ അത് എത്രത്തോളം കഴിയുമെന്ന ചോദ്യമാണുള്ളത്. വളരെ ശക്തമായ ഒരു മത്സരത്തിലേക്ക് തിരുവനന്തപുരവും മാറുകയാണ്. കൃത്യമായി ബാസ്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കാലങ്ങളായി കുറച്ച് ശരിക്കും ഇത് ബാസ്കറ്റ് ബോൾ നേരത്തെ കളിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ ബാസ്കറ്റ് ബോളിന്റെ ഒരു പശ്ചാത്തലം? അതെ, ഞാൻ പഠിക്കുമ്പോഴൊക്കെ ഇതായിരുന്നു നമ്മളെ ഗെയിം. ബാസ്കറ്റ് ബോൾ ആയിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിലും ഉണ്ടായിരുന്നു? അല്ല, കോളേജിൽ കളിച്ചിട്ടുണ്ട്. KV ആയിരുന്നു കൂടുതൽ. KV പഠിക്കുമ്പോഴാണ്. നിങ്ങളുടെ പ്രചരണം എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ പോകും. 9 ദിവസമേ ബാക്കിയുള്ളൂ. ദിവസമേ ഉള്ളൂ. വിജയം ഉറപ്പായി. ഭൂരിപക്ഷം കൂട്ടുക. ആളുകളെല്ലാം കണ്ടോ? മാക്സിമം കണ്ടോ? ഏത് തരത്തിലാണ് ഇപ്പം മുന്നോട്ട് പോകുന്നത്? കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വളരെ നല്ലൊരു പ്രതീക്ഷയാണ്. എല്ലാവരും വീട്ടിൽ പോയി കാണാൻ പറ്റിയിട്ടില്ല, സമയക്കുറവ്. റെസ്പോൺസ് എങ്ങനെയുണ്ട് ആളുകളുടെ? പ്രത്യേകിച്ച് ഈ തീരമേഖലയിലേക്ക് പോകുമ്പോഴൊക്കെ റെസ്പോൺസ് എന്താണ്? തീരമേഖലയിലൊക്കെ പോകുമ്പോൾ റെസ്പോൺസ് എന്താണ്? എല്ലാവരും ഈ വികസനത്തിനോടൊപ്പമാണ്. വികസനം വേണമെങ്കിൽ നമ്മൾ വരണം എന്നുള്ള രീതിയിലുള്ള വളരെ നല്ലൊരു പോസിറ്റീവ്. എനിക്ക് തോന്നുന്നു മറ്റു രണ്ടുപേർക്കും എത്താൻ പോലും പറ്റുന്നില്ല. മുന്നേറാൻ കഴിഞ്ഞു. ഈ ചിഹ്നം എത്രത്തോളം ഗുണം ചെയ്യും, അല്ലെങ്കിൽ ചിഹ്നം എത്രത്തോളം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതിനകം? ചിഹ്നം വളരെ എളുപ്പമാണ് എല്ലാവർക്കും പറയാൻ. കാരണം വെച്ചാൽ ഞാൻ സിനിമയും കൂടെ ആയതുകൊണ്ടേ ക്യാമറയാണ് എന്റെ ചിഹ്നം. നമ്പർ 10 ആണ്. സുധീർ കരമന 10. ഈ 10 മെസ്സിയുടെയും സച്ചിൻ ടെണ്ടുൽക്കറുടെയൊക്കെ നമ്പറാണ്. അതെ, മാരഡോണയുടെ നമ്പർ. ഓക്കെ, എല്ലാവരും 10 ആണ്. കളി ഇഷ്ടമുള്ള എനിക്കും 10 ആണ്. ഈ ഇഷ്ടമുള്ള സ്പോർട്ട് ബാസ്കറ്റ്ബോൾ തന്നെയാണ്? ബാസ്കറ്റ്ബോളാണ് ഏറ്റവും ഇഷ്ടം. ബാസ്കറ്റ്ബോൾ, പിന്നെ ക്രിക്കറ്റ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിംസ് അതാണ്. ബാക്കിയുള്ള ദിവസം സമയം കുറച്ചും കൂടെ ഉണ്ട്. എല്ലായിടും ഓടിയെത്തണം. ഇന്നിപ്പോ വേഗം അങ്ങോട്ട് പോവാ. എല്ലാരെയും കാണാൻ പറ്റുന്നവരെ മാക്സിമം കാണുക. എല്ലായിടത്തും എത്താൻ വെച്ചാൽ പാടാണ്, എങ്കിലും ഭൂരിപക്ഷം കൂട്ടുന്നതിന് അത്യാവശ്യമാണ്. ഭൂരിപക്ഷം കൂട്ടി വിജയിക്കട്ടെ. ആശംസ. സുധീർ കരമനയുടെ ഒരു പ്രതികരണം നമ്മൾ കണ്ട. അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജ് യുവാക്കളുടെ ഒപ്പം വന്ന്, ഇവിടെ ബാസ്കറ്റ്ബോൾ കളിക്കുന്ന യുവാക്കൾക്കൊപ്പം വന്ന പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പ്. സുധീർ കരമനയുടെ പേര് അണിഞ്ഞ ജേഴ്സി അണിഞ്ഞ് തന്നെയാണ് ഈ ബാസ്കറ്റ്ബോൾ താരങ്ങളുമൊക്കെ നിൽക്കുന്നത്. ഏതായാലും ഈ രീതിയിലാണ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുള്ള പ്രചരണമാണ്. ഓരോ ആളുകളിലേക്കും എത്താനുള്ള പ്രചരണമാണ്. ഒരുപക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്ന പോലെ വീട് വീടാന്തരം കയറുള്ള പ്രചരണം. ഇന്നലെ വട്ടിയൂർക്കാവിലൊക്കെ നമ്മൾ കണ്ടത് പകൽ മുഴുവൻ LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും ഒക്കെ പകൽ മുഴുവൻ വീടുകൾ കയറുകയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിലേക്ക് മത്സരിക്കുമ്പോൾ ആളുകൾ വീടുകളിലെത്തി വോട്ട് ചോദിക്കുന്നത് പോലെ വീടുകളിൽ കയറി വോട്ട് ചോദിക്കുന്നു. ഉച്ചയ്ക്ക് അത് വാഹന പ്രചരണത്തിലേക്ക് മാറുന്നു. ഇന്ന് വട്ടിയൂർക്കാവിൽ തന്നെ K മുരളീധരന് വേണ്ടി മകൻ അരുൺ നാരായണൻ പ്രചരണത്തിന് നടക്കുന്നു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളും, എല്ലാ മുന്നണികളും പ്രയോഗിക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ തീർച്ചയായും പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിയിൽ എന്ന് തന്നെ പറയാം. എന്തായാലും ആദ്യം കാണുന്നതിനേക്കാൾ വലിയ വിജയപ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത് എന്ന് മനസ്സിലാകുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ. സുധീർ കരമന വലിയ ആത്മവിശ്വാസത്തിലാണ്. അരുൺ, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.